ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 19 കുറിച്ചിട്ട് പറയാൻ വന്നതല്ല. കാരണം എപ്പിസോഡ് 19 കണ്ടതിന് ശേഷം എനിക്ക് മൊത്തത്തിലൊരു ബ്ലാങ്ക് അവസ്ഥയാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ വളരെയധികം ബോറടിച്ച് കണ്ട ഒരു എപ്പിസോഡ് എങ്ങനെയാണ് വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു റിവ്യൂ ആയി നിങ്ങളിലേക്ക് എത്തിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ബോറടിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട്. ചില തോന്നലുകൾ എനിക്കുണ്ട്. ആ ഒരു തോന്നലുകൾ സത്യമാണോ എന്നറിയാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക. എപ്പിസോഡ് നാളെ മുതൽ നമുക്ക് പതിവ് പോലെ തന്നെ ചെയ്യാം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു ആവർത്തന വിരസത ഫീൽ ചെയ്യുന്നുണ്ട്. ഒരേ ഗെയിം, ഒരേ സ്ട്രാറ്റജി, ഒരേ പെരുമാറ്റം, ഒരേ സംസാരം, ഒരേ വിഷയങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തതയില്ല. ആകെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെയിം പെർഫോമൻസ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് നൽകിയത് എന്ന് എനിക്ക് തോന്നിയത് അനീഷിൻ്റെ ഇന്നലത്തെ ആ ഒരു ഗെയിമായിരുന്നു. അല്ലാതെ വേറെ ഒരു പരിപാടിയും അവിടെ വ്യത്യസ്തമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഈ ധൈര്യശാലി ആരാണ്, പേടിത്തൊണ്ടൻ ആരാണ് എന്നൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി. ശരിക്കും പറഞ്ഞാൽ വളരെ പ്രെഡിക്റ്റബിൾ അല്ലേ? ആരെയൊക്കെ പറയും എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ഏകദേശ ധാരണയില്ലേ? അനീഷിനെ കൂടുതലായിട്ട് ആളുകൾ പറഞ്ഞു, ആര്യനെ പേടിത്തൊണ്ടനായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ പേഴ്സണൽ റിവെഞ്ച് തീർക്കാൻ വേണ്ടി ഓരോ വേദികൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അക്ബർ ഷാനവാസൊക്കെ തമ്മിൽ വല്ലാത്ത അടിയാണ്, അലമ്പാണ്. വൈരാഗ്യ ബുദ്ധിയോടെയാണ് ആളുകൾ പെരുമാറുന്നത്. ഷാനവാസ് ആണെങ്കിൽ ഇന്ന് ആ ഒരു മഡ്പിറ്റിൽ ഇറങ്ങിയിട്ട് കൊടി കുത്തുന്ന ആ ഒരു ടാസ്കിൽ കാണിച്ച പരിപാടി എന്ത് മോശമായിരുന്നു. മണ്ണൊക്കെ വാരി കണ്ണിലൊക്കെ എറിയുക, അത്ര മെച്ചോർഡാണ്, വലിയ സദാചാര കുലപതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾ ഒരു കൂട്ടത്തിൽ പെരുമാറുന്ന ഒരു രീതി എത്ര വൈരാഗ്യ ബുദ്ധിയോടെയാണ്. അപ്പാനി ശരത്തിനെ വല്ലാത്ത സ്നേഹമാണ്, ഭയങ്കര ആത്മാർത്ഥതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓരോ സമയത്തും പ്രസൻറ്റ് ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു വൈരാഗ്യമാണ്. ഇപ്പോൾ ആ ഒരു ഡിബേറ്റ് ടാസ്കിൽ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ആളുകൾ പോകുന്നത്. ഇപ്പോൾ നെവിൻ ആൻഡ് ഷൈത്യ ആ ഒരു ഡിബേറ്റിൽ പങ്കെടുത്തു. നെവിൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി എന്ന രീതിയിൽ പറയേണ്ടുന്ന ചില സത്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞു. ശൈത്യ ഓൾറെഡി ഒന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ശൈത്യ ഒന്ന് മനസ്സിലാക്കിയിട്ടും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല. അവിടെ വല്ലാതെ അങ്ങോട്ട് പൊട്ടി തെറിക്കുകയാണ്. അപ്പോൾ ഈ ശൈത്യയൊക്കെ വയ്യാണ്ടായിരിക്കുന്നു ഒരാഴ്ച ആയപ്പോഴത്തേന്. ഈ വയ്യാണ്ടാവുന്നതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും അവിടുത്തെ ഒരു ഗെയിം, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവരുടെ സർവൈവൽ, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് കളിക്കേണ്ട ഒരു കളിയിലേക്ക് മാറുന്നതുകൊണ്ട് പല ആളുകളുടെ മനസ്സ് മടുക്കുന്നുണ്ടാവാം. ഇപ്പോൾ നല്ല വസ്ത്രമില്ല, നല്ല ഭക്ഷണം കിട്ടുന്നില്ല, അതിനുവേണ്ടി ഇവിടെ ഇങ്ങനെ തല്ലും കൂടണം, ഗെയിമും കളിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് ശരിക്കും പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്കും അത്ര സുഖകരമായിട്ടുള്ള ഒരു കാഴ്ചയല്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു റിവാർഡ് സിസ്റ്റത്തിൽ നമുക്ക് തീരെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാണുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടണം. അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഗെയിമിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഗെയിമിൻ്റെ ആ ഒരു അഡ്രിനാലിൻ, ഓരോരോ സ്റ്റെപ്പ് അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മളിങ്ങനെ ത്രില്ലിംഗ് ആയിട്ടിരിക്കുന്ന ആ ഒരു സാധനം കിട്ടണം. ഇവർ ഈ അരിയും മണിയും തുണിയും അച്ചീവ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന ആ ഒരു കളിയിൽ നമുക്ക് അത്ര വലിയ ഒരു സുഖം കിട്ടില്ല. അത് ആദ്യമൊക്കെ നമുക്ക് തോന്നും, പക്ഷേ കുറച്ചാകുമ്പോഴത്തേനും നമുക്കങ്ങ് ബോറടിക്കും. അതേപോലെ തന്നെ അവർക്കും അതിനകത്ത് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫാമിലി വീക്കിനെ കുറിച്ചിട്ടും ഇന്നലെ ഫാമിലിയിലേക്ക് ആര് വരണം എന്നൊക്കെ ചോദിച്ച സമയത്ത് അവർ ആ ഒരു പോയിന്റുകൾ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരു മടുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസിലെ ചില ആളുകളുടെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ, അക്ബർ, ഒനിലൊക്കെ വല്ലാതെ വയലൻ്റായിട്ടാണ് പെരുമാറുന്നു. ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും, ആളുകൾ തമ്മിലടിക്കാനായിട്ടും അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാനായിട്ടൊക്കെ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഈ വയലൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വെർബൽ അബ്യൂസ് പോലുള്ള രീതികളൊന്നും അത്ര ആസ്വാദ്യകരമല്ല. ഇപ്പോൾ റെനയും ഒനിലും തമ്മിലുള്ള ഒരു അലമ്പ് നമ്മളിന്ന് കണ്ടു. അപ്പോൾ പുല്ല് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള വിളികളാണ്. അവിടെ ഒന്നും ഒരു വാണിംഗ് പോലും കൊടുക്കുന്നില്ല. അതെല്ലാം എപ്പിസോഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാണിംഗ് പോലും കൊടുക്കുന്നില്ല. അതാണ് വാണിംഗ് കൊടുക്കാത്തത്? ഇടേ ബിഗ് ബോസ് അത് നമുക്ക് ആസ്വാദകരമല്ല. അതേപോലെ തന്നെ നിങ്ങൾക്കത് ഗെയിമിനകത്ത് ഗുണമുള്ളൊരു സംഗതിയൊന്നുമല്ല. പിന്നെ കണ്ടസ്റ്റൻസിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്ത് അവനിൽ ഭയങ്കര അലമ്പനാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാമെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും അത് നമുക്ക് എങ്ങനെ ഒരാളുടെ ഒരു വൈകാരിക വിക്ഷോഭം ഇങ്ങനെ സ്ഥിരമായിട്ട് എന്നും ഒരേ രീതിയിൽ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും? അപ്പോൾ അത് മറ്റൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സംഗതി. അതേപോലെ വേറെ ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട കാര്യം പേഴ്സണൽ ഹൈജീൻ. കഴിഞ്ഞ സീസണിലൊക്കെ ഹൈജീൻ ഒരു പ്രശ്നമായിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെതിരെ ഒരു ഗെയിമായിട്ട് ആളുകൾ കൊണ്ടുവന്നു.
ആ ഒരു സമയത്ത് എല്ലാ ആളുകളും അതിൽ ലൈവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ ഒരു കണ്ടസ്റ്റൻറ്റിന് മാക്സിമം ഹെയ്റ്റ് വാങ്ങിക്കൊടുത്ത ആ ഒരു ഹൈജീൻ ഇഷ്യൂ. പക്ഷേ ഈ സീസണിൽ അങ്ങനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം വൃത്തിയില്ലായ്മയാണ്. ഈ വൃത്തിയില്ലായ്മ ഒരു ഗെയിം അല്ല ഇവിടെ ആക്ച്വലി. പ്രേക്ഷകൻ അത് കാണാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തോന്നലാണ് ജനിപ്പിക്കുന്നത്. ഈ രേണു സുധിയുടെ തലയിലെ പേനിൻ്റെ കാര്യം അനുമോൾ പറയുന്നു, അത് എപ്പിസോഡിൽ കാണിക്കുന്നു. ഈ വൃത്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ കൂടുതലായിട്ട് വരുന്നു. ബാത്റൂമിൽ വെള്ളം ഒഴിക്കുകയോ വെള്ളം ഒഴിക്കാതിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെ അരോചകമായിട്ടുള്ള അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് എങ്ങനെ ഇതിൽ ആസ്വാദനം കണ്ടെത്താനായിട്ട് പറ്റും? ഈ പേഴ്സണൽ ഹൈജീൻ, അതിനകത്ത് കുറച്ച് ഈ ഇരവാദങ്ങളുണ്ട്, മറുവാദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം രേണു സുധിയുടെ തലയിൽ പേനുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തെ ഷെയ്മിങ്ങിന് വേണ്ടിയാണ് അനു എടുത്തു പറഞ്ഞത്. ആക്ച്വലി അത് ഷെയ്മിങ് ആണോ? ഈ പേനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ തലയിൽ കയറി കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ബാല്യകാലത്തിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെ തലയിൽ പേനൊക്കെ കയറി കഴിഞ്ഞാൽ അത് നമുക്ക് സ്വാഭാവികം. ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് അവരുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ മുതിർന്ന ആളുകളുടെ പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ പേൻ പോലുള്ള കാര്യങ്ങളൊക്കെ. അതിനൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് എന്നറിയാവുന്ന ആളുകൾ തന്നെ അത് മൈൻഡ് ചെയ്യാതിരിക്കുക, അതിനെ ടേക്ക് കെയർ ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നത്, അതുമായിട്ട് ഹൗസിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് നമുക്കെന്തോ ഒരു സുഖം തോന്നുന്ന ഒരു സംഗതിയല്ല. ഹൈജീനോടൊപ്പം തന്നെ പറയേണ്ട ഒരു സംഗതിയാണ് ഗംഭീരമായിട്ടുള്ള 7ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പണിപ്പുര ടാസ്ക് വെക്കുന്നു. അതേപോലെ തന്നെ കണ്ടസ്റ്റൻസിന് അവർക്ക് വേണ്ട വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്കിൻ കെയർ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ കൊടുക്കാതിരിക്കുമ്പം സംഭവിക്കുന്ന എന്താണ്? കണ്ടസ്റ്റൻസ് മാക്സിമം പ്രഷറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിലടിക്കുക, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകയൊക്കെ ആവും, ഗെയിം കളിക്കണം എന്നുള്ള സ്പിരിറ്റൊക്കെ വരുമായിരിക്കാം. പക്ഷെ പ്രേക്ഷകർക്ക് ഈ ഏപ്പരാച്ചി ലുക്ക് അധികം കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം മുടി ചീവാത്ത, എണ്ണ വയ്ക്കാത്ത ഒരവസ്ഥ, അതേപോലെ തന്നെ എല്ലാ ദിവസവും ഒരേ വസ്ത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സഫോക്കേഷൻ ഫീൽ അടുപ്പിക്കുന്നുണ്ട്. അവിടെ ജീവിക്കുന്ന അവർക്കും അത് കാര്യമായിട്ട് തന്നെ ഉണ്ടാവാം. അവരുടെ കാര്യമൊക്കെ അവരതിന് ഉള്ള കൺസെൻറ്റൊക്കെ കൊടുത്തിട്ടുള്ള ആളുകളാണ്. നമുക്കിത് കാണുമ്പോഴത്തേന് നല്ല രീതിയിൽ ഒരു അകൽച്ച ഈ ഒരു ഷോയിൽ നിന്ന് തോന്നുന്നുണ്ട്. അതേപോലെ വീണ്ടും ഇമോഷണൽ കണക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ശൈത്യ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പറഞ്ഞു. അപ്പം ആര്യൻ അവിടെ വേദന കൊണ്ട് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. ചിരിക്കുന്നു, അതുകൊണ്ട് കുറച്ച് ആളുകൾ ചിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു സ്റ്റോറി ടെല്ലിങ് പരിപാടി മൊത്തത്തിൽ കുളമായി. അത് കണ്ട് അഭിലാഷ് ഒരു സാധാരണ മനുഷ്യനെ പോലെ റിയാക്ട് ചെയ്യുന്നു. അതൊരു ഓവർ റിയാക്ഷനായിട്ട് മാറുന്നു. ആ ഒരു റിയാക്ഷൻ അതിൻ്റെ മര്യാദകൾ ലംഘിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. ഒന്നിൽ ഇടപെടുന്നു, റെന ഇടപെടുന്നു. അതേപോലെ റെന പ്രായം ചെറുതാണ്, ചെറിയ കുട്ടിയാണ്, പക്ഷേ ഒത്തിരിയധികം അരോചകമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കുരിപ്പായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. അതിങ്ങനെ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിലേക്ക് ചെല്ലും. വായിലേക്ക് എന്നിട്ട് ചുമ്മാ എന്തൊക്കെയോ ആർഗ്യുമെൻറ്റുകൾ നടത്തും. എന്നിട്ട് ഇത് തന്നെ പറയും, അവരുടെ വായിൽ നിന്നിട്ട് തുപ്പൽ തെറിച്ചു എന്നൊക്കെ. അവരുടെ വായിലേക്ക് ചെന്നിട്ട് ഇത് തെറിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് തോന്നി ഇത് എന്തൊരു കുരിപ്പാണ് എന്നുള്ളത്. ഇതോടൊപ്പം സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് റെന, അതേപോലെ തന്നെ ആര്യൻ, ജിസേൽ എന്നിവരുടെ ആ ഒരു ഗ്രൂപ്പിലെ പരദൂഷണം, വൻ പരദൂഷണം. അപ്പോൾ ഇവർ റെന എന്തിനാണ് ആ ഒരു ഗ്രൂപ്പിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്? കാരണം റെന ജിസേലും ആര്യനും എന്ത് കുറ്റമാണോ പറയുന്നത് അതിനൊത്തൊടിപ്പിച്ച് അവരോട് ചേർന്ന് നിന്നിട്ട് നല്ല ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കുറ്റം പറയും. ഇപ്പോൾ അനുമോളുടെ കുറ്റം അവർ പറയുന്നു. ജിസേൽ ആൻഡ് അനുമോൾ തമ്മിലൊരു പ്രശ്നമുണ്ട്. അത് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ അത് മാത്രമായി പോകുമ്പോഴത്തേനും നല്ല ബോറടിയാണ്. അതോടൊപ്പം അപ്പായന് ശരത്തിൻ്റെ വീക്ക്നെസ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇമോഷൻ, അതിനെ യൂസ് ചെയ്യുന്ന ഷാനവാസ്, അതേപോലെ അക്ബർ ഇടപെടുന്ന പ്രശ്നങ്ങൾ, അക്ബർ പെരുമാറുന്ന രീതികൾ, ഇതൊന്നും നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരുടെ ഫാൻസിനെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വാഭാവിക മനുഷ്യ ഇമോഷൻസിന് വിരുദ്ധമായിട്ട് ഒരുമാതിരി ഭ്രാന്തെടുത്തിട്ടുള്ള കളിയാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ആ ഒരു പണിപ്പുര ടാസ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവർ വല്ലാതെ സഫോക്കേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇവരുടെ നീഡ്സ് കാരണം ഇപ്പം ബിഗ് ബോസിലേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ബോധമുള്ള ആൾക്കാർ, നിലനിൽപ്പിന് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ വരും എന്നുള്ളത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവസരങ്ങൾ കുറവോ ഒക്കെ ആവുന്ന സമയത്താണ് പല ആളുകളും ബിഗ് ബോസിലേക്കൊന്ന് വരണം, 10 ആൾക്കാർ എന്നെ കാണണം, എനിക്കിനി അവസരങ്ങൾ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരുടെ അവസ്ഥകളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ ഒരു അവസ്ഥകളെ ചൂഷണം ചെയ്ത് അവരെ അവിടെ ഇട്ടിട്ട് നമ്മളെ കാണിക്കുകയാണ്. അപ്പം ബേസിക്കായിട്ട് അവർക്ക് കൊടുക്കേണ്ട പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുത്ത് ആളുകളിങ്ങനെ
തമ്മിൽ തമ്മിൽ കടിച്ചു കീറുന്ന സമയത്ത് അത് അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവസ്ഥകളിൽ നിന്നാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതിലെ കുറച്ചും കൂടി എത്തിക്സ് ഉള്ള ഒരു പരിപാടി. അവർ നല്ല ആരോഗ്യത്തോടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തമ്മിൽ തല്ലട്ടെ. അല്ലാതെ ഈ ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക എന്നുള്ളതിന് വേണ്ടി ഒരു ഗെയിമൊക്കെ പരസ്പരം തമ്മിൽ തല്ലി കളിക്കുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ യുദ്ധം കഴിയുമ്പോഴത്തേന് ഓരോ രാജ്യത്തൊക്കെ നടക്കുന്ന രീതികൾക്ക് സമാനമാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചപ്പോഴത്തേന് എനിക്ക് എപ്പിസോഡ് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മേ ബി ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത ഒന്നുമില്ല ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് ബിഗ് ബോസൊക്കെ കണ്ട് അതിൽ PhD എടുത്തിരിക്കുന്ന ആളുകളായിരിക്കും. അന്യഭാഷയിലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മളുടെ ഭാഷയോ അല്ലെങ്കിൽ നമ്മുടെ ഗെയിം അറിവോ ഒന്നുമല്ല ഞാനിതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് ഉപയോഗിച്ചത്. അത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.